ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഉച്ചയൂണാണ് കേട്ടോ. വെള്ളിയാഴ്ച ആയിരുന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ പച്ചക്കറികളൊക്കെ വാങ്ങിക്കുന്ന ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് ഒരുവിധം എൻ്റെ പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആക്കി വെച്ചിട്ട് പെട്ടെന്ന് പണി തീർക്കാനുള്ള ഒരു പരിപാടിയിലും കൂടിയായിരുന്നു. നമുക്ക് ഇന്ന് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിന്ന് രസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ രസം കൂട്ടി ചോറുണ്ടെന്നത് എൻ്റെ വീട്ടില് ഞാൻ അമ്മയുടെ കൂടെയുള്ള സമയത്തൊന്നും ഒട്ടും എനിക്ക് ദഹിക്കാത്ത ഒരു പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിപ്പോൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കായാലും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്നൊരു നിർബന്ധമില്ലല്ലോ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ശൈലി വരില്ലേ. അങ്ങനെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ശൈലിയിലാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ രസം എനിക്ക് ചോറിന്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടും എന്നാൽ എനിക്ക് രുചിയുടെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള കറികൾ വേണം എന്ന് തോന്നുമ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് രസം. ഞാൻ ഈ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ള ഡ്രസ്സുകള് കുർത്തകളൊക്കെ എവിടെ നിന്നാണെന്ന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരു 3-4 കൊല്ലം മുന്നേ മേടിച്ചിട്ടുള്ള കുർത്തകളാണ് ഇപ്പൊ ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഞാൻ ഹോൾ വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ. പഴയ പ്ലേലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒത്തിരി ഹോൾ വീഡിയോസിന്റെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാനാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അനാർക്കലി ടൈപ്പ് കുർത്തകളാണ് കൂടുതൽ ഉപയോഗിക്കുക കേട്ടോ. ഈ കുർത്തകളൊക്കെ കൂടുതലും ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാം ഇപ്പോഴും ചിലതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടാവും. ആ യെല്ലോ കുർത്തയാണ് കൂടുതൽ എന്നോട് പലരും ചോദിച്ചത്. അത് മീഷോന്നാണ് കേട്ടോ. ലിങ്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഇവിടെ ടാഗ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ലോങ് വീഡിയോയിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ രസം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാ ഒരു 3 മുട്ട പുഴുങ്ങി അതിന്റെ തോടൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഈ മുട്ട റോസ്റ്റ് എൻ്റെ അമ്മയുടെ ഒരു റെസിപ്പി തന്നെയാണ്. അതും അമ്മ ഒരുപാട് ചെറിയുള്ളിയും ഒരുപാട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല നന്നായി ഇങ്ങനെ പിരിപിരിയനാക്കിയിട്ട് മസാല ഉണ്ടാക്കി എടുക്കും കേട്ടോ. അപ്പൊ എനിക്ക് അത്ര നേരമൊക്കെ നിന്നിട്ട് ഇത് ഉണ്ടാക്കാനുള്ള ഒരു മടി കാരണം ഞാൻ എളുപ്പപ്പണിക്ക് പെട്ടെന്ന് ഇത് കുറച്ച് നേരം ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയെടുക്കുക മാത്രമേ ചെയ്യാം. മുട്ട ഒന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഈ മുട്ട റോസ്റ്റിന്റെ മസാലയൊക്കെ അരയ്ക്കുക അമ്മീൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു വേറൊരു രുചിയായിരിക്കും വരിക. നമ്മളിപ്പോൾ മിക്സിയിൽ അരയ്ക്കണതും അതുമായിട്ട് ഇത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മുടേതായ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആക്കിയെടുക്കുക.